അൽഹംദുലില്ലാഹ്. നിസ്കാരത്തിന് സമയമൊക്കെ വളരെ പിന്നോട്ട് വൈകി വന്നതുകൊണ്ട് നമുക്ക് സമയം വളരെ കുറവാണ്. നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കാം. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിലെ വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ ഫിത്നയെ സംബന്ധിച്ചാണ്. ഫിത്നത്തുദ് ദുനിയ അല്ലെങ്കിൽ ഫിത്നത്തുൽ മാൽ. സമ്പത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല നൽകുന്ന പരീക്ഷണങ്ങൾ അത് അതിജീവിക്കാൻ സാധിക്കുക ഒരു സത്യവിശ്വാസിയുടെ വിജയമാണ്. നിഅമൽ മാലു സ്വാലിഹ് ഇൻദ റജുലി സ്വാലിഹ്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഹലാലായ സമ്പത്ത് സജ്ജനങ്ങളായ ആളുകളുടെ കയ്യിൽ നല്ലതാണ്. ഹലാലായ പൈസയാണ്, സജ്ജനങ്ങളാണ്, നല്ല മനുഷ്യന്മാരുടെ കയ്യിൽ നല്ല പൈസ, അത് നല്ലതാണ്. നിഅമ എത്ര നല്ലതാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന്റെ സോഴ്സ് നന്നായിരിക്കാം, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലായിരിക്കുക അതിന് നമ്മൾ ചെലവഴിക്കുന്നത്. ഇവിടെ രണ്ട് സഹോദരന്മാരുടെ ചരിത്രമാണ് അള്ളാഹു പറയുന്നത്. വദുരിബ ലഹും മസല റജുലൈൻ. അതിന്റെ ആയത്തിന്റെ ആശയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു. അള്ളാഹു തആല രണ്ട് തോട്ടങ്ങൾ നൽകി അനുഗ്രഹിച്ച അന്ന് സമ്പത്തിന്റെ സിമ്പൽ അങ്ങനെയാണ്, തോട്ടങ്ങളാണ്. അല്ലെങ്കിൽ മൃഗങ്ങളാകുമ്പോ അവകൾ ചത്തുപോകാം, പക്ഷെ തോട്ടങ്ങൾ കുറെ കൂടെ സസ്റ്റൈനബിൾ ആണല്ലോ എന്ന് ചിന്തിച്ചു പോകും, കുറെ കാലം നീണ്ടു നിൽക്കുമല്ലോ എന്ന്. അങ്ങനെ അല്ലാഹു തആല അനുഗ്രഹം ചെയ്ത രണ്ടാളുകൾ, ഒന്ന് ജ്യേഷ്ഠനാണ്, ഒന്ന് അനുജനാണ്, അല്ലെങ്കിൽ രണ്ട് സഹോദരന്മാർ, ബന്ധുക്കളാണ്. ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്ന രീതി വിശുദ്ധ ഖുർആൻ പറയാണ്. തന്റെ തോട്ടത്തിന്റെ ഇടയിലൂടെ അല്ലാഹു തആല ശുദ്ധമായ അരുവി ഒഴുക്കി തന്നപ്പോ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുറപ്പായി. രണ്ട് തോട്ടത്തിൽ നിന്നും ഭക്ഷ്യയോഗ്യമായത് എന്തോ അത് രണ്ട് തോട്ടങ്ങളും നൽകുകയുണ്ടായി എന്ന് പറഞ്ഞാൽ രണ്ട് തോട്ടങ്ങളും കായ്ക്കനികൾ നൽകുകയും വലം തദ്ലിം മിൻഹു ശൈഅ. കായ്ക്കാതെ പോയ ഒരു ചെടിയും ഉണ്ടായില്ല, മുന്തിരിവള്ളി ഒന്നും കായ്ക്കാതെ പോയത് ഉണ്ടായില്ല, എല്ലാം കായ്ച്ചു, ഈത്തപ്പനകൾ കായ്ച്ചു. അങ്ങനെ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞ വാക്കാണ് അന അക്സറു മിൻക മാലൻ വഅസ്സു നഫറാ. നിന്നെക്കാളും സമ്പത്ത് കൂടുതലുള്ള ആളുകളും കൂട്ടുകാരും കൂടുതലുള്ളതും ശക്തമാനും ശക്തിയുള്ളവനും ഞാനാണ് എന്ന് കൂട്ടുകാരനോട് യഅജാബിന്റെ ഒരു വാക്ക് പറഞ്ഞു. ശറഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത ഒരു പ്രയോഗമാണിത്. നിന്നെക്കാളും യോഗ്യൻ ഞാനാണ് എന്ന പ്രയോഗം. നിന്നെക്കാളും എനിക്കാണ്, നിന്നെക്കാളും എനിക്കുണ്ട്. അതുപോലെ നമുക്ക് ഒരാളോട് കമ്പയർ ചെയ്തിട്ട് അയാളെക്കാളും മെച്ചപ്പെട്ടത് ഞാനാണ് എന്ന സംസാരമോ അല്ലെങ്കിൽ നിലപാടുകളോ കാഴ്ചപ്പാടുകളോ അള്ളാഹുവിന് ഇഷ്ടമല്ല. മൊത്തത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോ ദീനീ പ്രവർത്തന രംഗങ്ങളിലൊക്കെ വന്ന അപജയങ്ങൾക്ക് ഒരു കാരണം ഇതുപോലെയുള്ള തഫാഖുറാണ്. നമ്മൾ വലിയ ആത്മാഭിമാനം പറയാൻ, നിങ്ങളെക്കാളും ഞങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ഉഷാർ എന്ന രീതിയിലുള്ള ഒരു അഭിമാന അവകാശവാദങ്ങൾ. സത്യത്തിൽ നമ്മൾ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുക. ഇതിൽ ആരാണ് ഉഷാറുള്ളത് എന്ന് അല്ലാഹു തആല, അതിനാണ് മഹ്ശറ. നമ്മൾ ഇവിടെ നിന്ന് ജഡ്ജ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ജനങ്ങളുടെയും പ്രവർത്തിക്കുന്നവരുടെയും ഖൽബിനുള്ളിൽ കിടക്കുന്ന ഇഖ്ലാസിന്റെ അളവ് എത്രയാണെന്ന് ഒരു മഖ്ലൂക്കിനും മലക്കുകൾക്ക് പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളതിൽ വിധിയില്ല. എന്നിട്ട് തന്റെ തോട്ടത്തിലേക്ക് അയാൾ കയറി ചെന്നു. വഹുവ ളാലിമുൻ ലിനഫ്സിഹി. ഒരുപാട് തിന്മ ചെയ്യുന്ന ആളാണ് ഇയാൾ, നന്മ ചെയ്യുന്ന ആളല്ല. ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളാണ്. എന്നിട്ട് പറഞ്ഞ വാക്കാണ് മാ അظുന്നു അൻ സബീല ഹാദിഹി അബദ. എന്റെ ഈ തോട്ടം എക്കാലവും നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ലോകാവസാനം നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലേ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. എനിക്ക് അല്ലാഹുവിന്റെ അടുത്ത് ഇതിലും നല്ലത് അല്ലാഹു തരും. മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങളും മറ്റു മുഫസ്സിരീങ്ങളും ഇതിനെ സംബന്ധിച്ച് വിവരിച്ചത് രണ്ട് സഹോദരന്മാരുടെ ചരിത്രമാണ്. ബനു ഇസ്രായേലിൽ കഴിഞ്ഞുപോയ രണ്ടുപേർ. ഓരോരുത്തർക്കും 3000-ഓളം ദീനാർ അനന്തരാവകാശ സ്വത്ത് ലഭിച്ചു. 3000 ദീനാർ സ്വർണ്ണ നാണയമാണ്. അതിൽ തന്റെ കൂട്ടുകാരൻ അതുകൊണ്ട്
വലിയൊരു വീട് വാങ്ങിച്ചപ്പോ 1000 ദീനാർ ചെലവഴിച്ചൊരു വീട് വാങ്ങിച്ചപ്പോ സഹോദരനായ നല്ല മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ എന്റെ കൂട്ടുകാരൻ, എന്റെ സഹോദരൻ ഈ ലോകത്തൊരു വലിയ വീട് വാങ്ങി വെച്ചു. പടച്ചവനെ, എന്റെ ആഗ്രഹം നാളെ പരലോകത്തൊരു വീട് വേണമെന്നാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വീട് കൊണ്ട് തൃപ്തിയിലാണ്. ബാക്കിയുള്ള സംഖ്യ ഞാനിതാ നിന്റെ വഴിക്ക് ഞാൻ സ്വതക്ക ചെയ്യുകയാണ്. അല്ലാഹ് അങ്ങനെ സ്വതക്ക ചെയ്തു. തന്റെ കൂട്ടുകാരൻ ബാക്കിയുള്ള പൈസ കൊണ്ട് വിവാഹം ചെയ്തു. ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച് വിവാഹം ചെയ്തപ്പോ പറഞ്ഞു, റബ്ബേ, നിന്റെ സ്വർഗ്ഗലോകത്തെ അപ്സരസുകളായ സുന്ദരിമാരെ എനിക്ക് വിവാഹം ചെയ്യണമെങ്കിൽ ഞാനിതാ നിനക്ക് വേണ്ടി ഞാനിവിടെ ദാനം ചെയ്യുകയാണ്. അങ്ങനെ 1000 ദിർഹം ആ വഴിക്കും ദാനം ചെയ്തു. തന്റെ കൂട്ടുകാരൻ ഒരുപാട് കച്ചവടം ചെയ്തു, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, വലിയ ലാഭമെടുക്കുകയാണ്. അന്നേരം ഇദ്ദേഹം 100 കണക്കിന് അടിമകളെ വാങ്ങിക്കുകയും അവരെ മുഴുവനും അള്ളാഹുവിന് വേണ്ടി സ്വതന്ത്രരാക്കി വിടുകയും ചെയ്തു. റബ്ബേ, എന്റെ കച്ചവടം ഇതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾക്ക് പിന്നെ സാമ്പത്തികമായ വലിയ ഞെരുക്കമുണ്ടാവുകയാണ്. അങ്ങനെ ജ്യേഷ്ഠന്റെ അരികത്തേക്ക് ചൊല്ലുന്നു. ജ്യേഷ്ഠൻ പറഞ്ഞു, അപ്പോഴേ ചീത്ത വിളിച്ചു. നിന്നോട് ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ, പള്ളി കമ്മിറ്റിക്കാർ ചോദിക്കുമ്പോഴൊക്കെ എഴുതി കൊടുക്കുക, ചെക്കൊക്കെ ഉള്ള സമ്പത്തൊക്കെ ദീനിന് വേണ്ടി അങ്ങ് എഴുതി കൊടുത്തില്ലേ? ഞാൻ ഒന്നും കൊടുത്തില്ലല്ലോ, എനിക്ക് എന്താ ഒരു നഷ്ടം ഉണ്ടായില്ലല്ലോ. നിനക്ക് സംഭവിച്ചത് നീ ഇതൊക്കെ അള്ളാഹുവിന്റെ വഴിക്കെന്ന് പറഞ്ഞു കൊടുത്തിട്ടല്ലേ. ലാ അഅ്ബുദു ഇലാഹൻ ഇല്ലാ ഹാദാ സ്വനം, ഞാൻ ഈ ബിംബത്തെയാണ് ആരാധിക്കുന്നത്, എനിക്കൊരു കുഴപ്പം സംഭവിച്ചില്ലല്ലോ. നീ ആരാധിക്കുന്നത് അള്ളാഹുവല്ലേ, എന്നിട്ട് നിനക്കെന്ത് മെച്ചമുണ്ടായി എന്ന് കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ പല ആളുകൾക്കും അനുഭവമുള്ള സംഗതികളാണ്. അയാൾ പറഞ്ഞു, ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവാം. എന്നിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്, ഞാൻ എന്റെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ചൂണ്ടെറിയും, നീ പടച്ചോന്റെ പേര് പറഞ്ഞെറി. എന്നിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടുന്നത്, അങ്ങനെ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം. കൂട്ടുകാരൻ പറഞ്ഞു, ഹാഷാ ലില്ലാഹ്, അള്ളാഹുവിനനുസരിക്കുന്നതും അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുന്നതും അടയാളപ്പെടുത്താൻ ബിഅ്സത്തി ദുനിയ, ഈ ലോകം നീ ഒരു അടയാളമാക്കുന്നത്, അതിന്റെ ക്രൈറ്റീരിയനാക്കി വെക്കുന്നത് എത്ര മോശമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നതിന് ദുന്യാവിലെ മത്സ്യത്തിന്റെ എണ്ണം പിടിച്ചിട്ട് കണക്ക് പറയോ? ദുന്യാവിൽ കിട്ടുന്ന പൈസയോ ദുന്യാവിലെ സൗകര്യങ്ങളോ അള്ളാഹുവിന്റെ തൃപ്തിക്ക് അടയാളമല്ലല്ലോ. അതുകൊണ്ട് അതിന് ഞാനില്ല, ഞാൻ എന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, പറ്റില്ല, നീ വരണം, എന്നാൽ ഞാൻ നിനക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. എന്റെയും നിന്റെയും വിശ്വാസം ദുന്യവിയായ ഐഹികമായ ഒരു ലാഭത്തിന്മേൽ ബേസ് ചെയ്തുകൊണ്ടല്ല. അള്ളാഹു അങ്ങനെയല്ല തീരുമാനിച്ചത്. അള്ളാഹ് ഇഷ്ടപ്പെടുകയോ പൊരുത്തപ്പെടുകയോ ചെയ്താൽ ഒരുപാട് കൊടുക്കും എന്നല്ല അള്ളാഹുവിന്റെ വാഗ്ദാനം. കൊടുക്കും അള്ളാഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ. ദുന്യാവിൽ അള്ളാഹു ഓരോരുത്തർക്കും ഖളാഉം ഖദ്റും ചെയ്ത അളവുണ്ട്. ആ അളവിൽ ഒരാൾക്കും ഏറെ ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ ലഭിക്കുന്നത് ഒന്നുമേ അള്ളാഹുവിന്റെ തൃപ്തിയുടെ അടയാളമല്ല. അതുകൊണ്ട് ഞാൻ ഈ പണിക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം വിശ്വാസത്തിൽ ചിലപ്പോൾ ഇടർച്ച വരും. അങ്ങനെ വരുമ്പോ എന്നാ ഒന്ന് നോക്കുക. അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് ഇയാൾ കൊണ്ടുപോയി, ജ്യേഷ്ഠൻ കൊണ്ടുപോയി അങ്ങനെ ചൂണ്ടെറിഞ്ഞു. ഇയാൾ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ് ചൂണ്ടെറിയുന്നു. അബുദാബിയിലെ കടലിലൊക്കെ ചൂണ്ടിട്ട പോലെ ഒരൊറ്റ മീനും കിട്ടണില്ല. അപ്പോ കൂട്ടുകാരൻ ചൂണ്ടെറിയുന്നുണ്ട്. ചൂണ്ടിങ്ങനെ വലിക്കുന്ന ഇഷ്ടംപോലെ മീന് ഇയാൾ എറിയുന്നുണ്ട്. മണിക്കൂർ കഴിയാന്നല്ലാതെ ഒന്നും കുത്തണില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇയാൾ പറഞ്ഞത്, ഇപ്പൊ മനസ്സിലായില്ലേ നീ നിലകൊള്ളുന്ന നിന്റെ നിലപാട് ശരിയല്ലെന്നും എന്റേതാണ് ശരിയെന്നും നിനക്ക് മനസ്സിലായില്ലേ? ഹാഷാലില്ല, ഒരിക്കലും അതും ഇതും തമ്മിൽ ബന്ധമില്ല. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് മാത്രം. അള്ളാഹു എനിക്ക് മത്സ്യം തന്നില്ലെങ്കിലും എന്റെ അഖീദയും എന്റെ വിശ്വാസവും ഞാൻ നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ പറഞ്ഞ വഴിയാണ്. അതുകൊണ്ട് നിനക്ക് പൈസ കിട്ടുന്നുണ്ടോ മത്സ്യം കിട്ടുന്നുണ്ടോ അതൊന്നും നിന്റെ വിശ്വാസം ശരിയെന്നതിന്റെ തെളിവല്ല. ഈ ഒരു അഖീദ നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾക്ക് പലതരത്തിലുള്ള അള്ളാഹുവിന്റെ ദീനിന് ഒരിക്കലും നിരക്കാത്ത പല ഏർപ്പാടുകളും ചെയ്ത് കച്ചവടം ചെയ്യുന്നവരുണ്ടാവും. അല്ലെ, സിഹറായിട്ടും പൈശാചികമായ പൂജകൾ നടത്തിയിട്ടൊക്കെ കണ്ടിട്ടില്ലേ? ചെറുനാരങ്ങി മുളകൊക്കെ കുത്തിവെച്ചിട്ടൊക്കെ. അപ്പൊ ഞാൻ ചിന്തി, പടച്ചോൻ അവിടെ ഭയങ്കര കച്ചവടമാണല്ലോ, ഞാനിവിടെ തവക്കൽത്തു അലല്ലാന്ന് എഴുതിയിട്ടൊരു മഖ്ലൂക്കിന്റെ പിടിക്ക് കിടക്കണില്ലല്ലോ. നിനക്ക് വസ്വാസ് വരും, ഇബ്ലീസ് പഴപ്പിക്കും. അപ്പൊ നമ്മുടെ അഖീദ എന്ന് പറയുന്നത് അത്ഭുതങ്ങളെ ബേസ് ചെയ്തുകൊണ്ടല്ല. മിറക്കിൾസ്, അത്ഭുതങ്ങൾ ഇതല്ല വിഷയം.
ദീൻ എന്ന് പറഞ്ഞ് ദീന് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ ശരീഅത്താണ് ഏറ്റവും വലിയ മിറക്കൽ. ശരീഅത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശരീഅത്താണ്. മറ്റൊന്നും ഇവിടെ ബാധകമല്ല. അതുകൊണ്ട് മനസ്സിളകി പോകരുത്. ദുന്യാവിന്റെ വിഷയത്തിൽ ഇങ്ങനെയാണ് ഫിത്നയായി പോവുക. അങ്ങനെയാണ് ആളുകൾ ദീനിൽ നിന്ന് അകന്നു പോവുക. എത്രയോ ചികിത്സിച്ചിട്ടും ഖുർആൻ കൊണ്ട് റുഖ്യ ശർഇയ്യ ചെയ്തിട്ടും മാറാത്ത രോഗങ്ങൾ. ഏതെങ്കിലും ഒരാൾ പറഞ്ഞു ഇന്നാലിന്ന ക്ഷേത്രത്തിൽ ഇന്നാലിന്ന സർപ്പപൂജയുണ്ടെന്ന് ചെയ്തു നോക്കി. എല്ലാം പരീക്ഷിച്ചില്ല, ഇനി ഇതൊന്ന് നോക്കിക്കൂടെ? എന്നാ പിന്നെ നോക്കാം. പോവാൻ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോവാൻ, വേറെ ഏതെങ്കിലും കുഫറിന്റെ ഇടങ്ങളിലേക്ക് പോവാൻ. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ ഇറക്കി കൊടുത്ത ദീനിൽ അവർ കുഫർ ചെയ്തു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ചിലപ്പോ മാറിയെന്ന് വരും. പൈശാചികമാണ്. നമ്മൾ പറയാറുണ്ട്, പിശാച് ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാനാണ്, കുഫർ ചെയ്യിപ്പിക്കാനാണ്. അതുകൊണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ പിശാച് പെട്ടെന്ന് മാറി നിൽക്കും. ഞാൻ ഉദ്ദേശിച്ചവ നടത്തി കഴിഞ്ഞു, ഞാൻ പോവാണെന്ന് പറയും. നമ്മുടെ ഉലമാ പറയാറുണ്ട്, റുഖ്യ ശർഇയ്യ, ദീനിയായി ചികിത്സ നടത്താൻ ചില കേസുകൾക്ക് 5 വർഷത്തോളം നിരന്തരം മന്ത്രിശ്രുതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. 5 വർഷം നിരന്തരം. 5 വർഷം കഴിഞ്ഞപ്പോൾ ഷിഫയായി. നമ്മളെന്താ ഒരിക്കൽ ചെന്നു, ആ മൂല്യത്തിൽ ഒരു ഫലമില്ല കേട്ടോ, അല്ലെങ്കിൽ ആ ഉസ്താദ് ഊതിട്ടേ ഖുർആൻ എന്ത് ഒരു ഫലം കിട്ടുന്നില്ല. ഒരിക്കൽ 2 3 എന്നാലും ഞാൻ കുഫർ ചെയ്യില്ല, ശിർക്കിലേക്ക് പോവുകയില്ല, ഞാൻ അള്ളാഹുവിന്റെ കലാമ കൊണ്ട് ചികിത്സിക്കുകയാണ്, ശുദ്ധ ഖുർആൻ ഓതുകയാണ്, ദുആ ചൊല്ലുകയാണ്, ദിക്ർ ചൊല്ലുകയാണ്. അത് ഓതിയിട്ട് ദുആ ചൊല്ലിയിട്ട് രോഗിയുടെ ശരീരത്തിലേക്ക് ഊതിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ വെള്ളമെടുത്ത് കുടിക്കുന്നു. ഇതൊക്കെ ശറഈൽ അംഗീകരിക്കപ്പെട്ട വിഷയങ്ങളാണ്. അതിനൊരു പക്ഷേ കൊല്ലങ്ങൾ എടുത്തുകൊണ്ട് വരും. ഒരിക്കൽ നന്നില്ല, 3 4 5 മാസങ്ങൾ വർഷങ്ങൾ എടുത്തുകൊണ്ട് വരും. എന്നാലും അള്ളാഹുവിന്റെ ശറഅ വിട്ടുള്ള കളിയില്ല. അങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ക്ഷമ കുറവാണല്ലോ. ഓട് എവിടത്തിൽ നിന്ന് അടുത്തെടുത്ത് പോയി നോക്കുക, അവിടെ അല്ലെന്ന് ഇവിടെ ഓടി നോക്കുക. ദീൻ അള്ളാഹുവിന്റെ ശറഅ എന്ന് വേറെയാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ കണക്കുമായി ഇതിനെ ബന്ധിച്ചു നോക്കാൻ പാടുള്ളതല്ല, ഒരിക്കലും പാടുള്ളതല്ല. ഏത് സാഹചര്യങ്ങളിലും അങ്ങനെയാണ്. ചില ആളുകളൊക്കെ അഭിമാനം പറയൽ അങ്ങനെയാണ്, ഞങ്ങളുടെ ഒരുപാട് പൈസ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അള്ളാഹു നിഅമത്ത് തരുന്നത് കാണുന്നില്ലേ, അള്ളാഹു കൊടുക്കുന്നില്ലേ, കയ്യില് കോടികളാണ് കൊടുക്കുന്നത്. അതൊന്നും ദീനിൽ തെളിവേ അല്ല, അള്ളാഹുവിന്റെ തൃപ്തിയുടെ അടയാളവും അല്ല. അതിനൊക്കെ അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും, അത്രേ വരും. അതുകൊണ്ട് ഈ മുഅ്മിനായ മനുഷ്യൻ അത്രയും വിഷമിച്ചപ്പോ തന്റെ കൂട്ടുകാരനോട് പറയാൻ, അകഫറത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫ സുമ്മ സവ്വാക റജുലാ. അല്ലാഹു തആല മണ്ണിൽ നിന്ന് നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുകയും സുമ്മ മിൻ നുത്ഫത്തിൻ, പിതാവിന്റെ ശേഷം സർവ്വ മക്കളെയും നുത്ഫയിൽ നിന്ന്, സ്പേമിൽ നിന്ന്, ശുക്രത്തിൽ നിന്ന് മക്കളെ പടക്കുകയും ചെയ്ത അള്ളാഹു സുമ്മ സവ്വാക റജുലാ, എന്നിട്ട് നിങ്ങളെ പൂർണ്ണ മനുഷ്യനാക്കി പടച്ച അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുകയാണോ? ലാകിന്നഹു അല്ലാഹു റബ്ബി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ്. അത് പറയണമെങ്കിൽ നല്ല ധൈര്യം, ഈമാനിന്റെ ഉറപ്പ് വേണം. സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു, അള്ളാഹുവിന്റെ പേരിസ്തിരിച്ച് ചെയ്ത കാര്യങ്ങൾ വിജയിക്കാതെ പോയി, എന്നാലും ഞാൻ അള്ളാഹുവിനെ വിട്ടുപോകുന്നില്ല. ലാകിന്നഹു അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അള്ളാഹുവാണ്. പൈസക്ക് ഉണ്ടാവുമ്പോ അള്ളാന്റെ ആൾക്കാരാണ്, പൈസക്ക് വിട്ടുപോയാൽ പിന്നെ ചൂടുന്ന തെല്ലിൽ വക്കത്ത് നിന്ന് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. മെച്ചുണ്ടെങ്കിൽ ഞാൻ പോകും ഖുർആൻ ക്ലാസ്സിന്, അതല്ല പോയിട്ട് മെച്ചൊന്നുമില്ലെങ്കിൽ ഞാൻ പണിയാൻ നിർത്തും. അങ്ങനത്തെ ഒക്കെ ഇബ്ലീസിന്റെ ചിന്തകൾ വരുന്നതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചതുകൊണ്ട് കുറെ പൈസ ഉണ്ടാകും, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും, അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ കച്ചവടം പൊളിയലായിരിക്കും ഉണ്ടാവുക. പക്ഷേ അടിപതറരുത്. അള്ളാഹു നമുക്ക് കുറച്ച് ഈമാൻ തരട്ടെ. ജനങ്ങൾ വസ്വാസാക്കും, അതാ വിഷയം. ഇപ്പൊ എന്റെ അന്ന് എല്ലാവിധ കുറ്റക്കേടും കളിച്ച് നടന്നിട്ട് എന്തായിരുന്നു നിന്റെ റാഹത്ത്? ഇപ്പൊ നീ നല്ല മുത്തക്കിയായല്ലോ, ഗൾഫിലൊക്കെ പോയിട്ട് നല്ല 1ാം നമ്പർ മൂല്യരായി വന്ന് ഇപ്പൊ കാണുന്നില്ലേ, ജോലി നഷ്ടപ്പെട്ടു, അത് നഷ്ടപ്പെട്ടു, അതില്ല ഇതില്ല, കണ്ടില്ലേ? ഇതൊക്കെ ഇബ്ലീസുകളാണ്. മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും ശൈത്താന്മാരുണ്ടെന്ന ഇങ്ങനെ വസ്വാസാക്കും. അപ്പോൾ പഴയ രീതിയിലേക്ക് ഞാൻ തിരിച്ചുപോയാലോ എന്ന് ചിന്ത വരും. ആ ചിന്തയിൽ മുന്നോട്ട് പോയാൽ പിശാച് കൈകൊട്ടി ചിരിക്കും, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ എന്റെ പ്ലാൻ വിജയിച്ചു എന്ന് പറയും. അതിനൊക്കെയുള്ള കടുത്ത അള്ളാഹുവിന്റെ മുമ്പിൽ എങ്ങനെ ഉറച്ചു നിൽക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഈ സംഭവം. എല്ലാ നഷ്ടം വന്നിട്ടും അയാൾ പറഞ്ഞ വാക്ക് ലാകിന്നഹു അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹുവാണ്. വലാ ഉശ്രികു ബിറബ്ബി അഹദാ, എന്റെ റബ്ബിന്റെ കൂടെ മറ്റാരെയും ഞാൻ പങ്കു ചേർക്കുകയേ ഇല്ല.
അല്ലാഹു ഒരേ ഒരുവൻ മാത്രമാണ്. കൂട്ടുകാർ, സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.